നമസ്കാരം. അവർ TV 24/7 ഇന്ന് സിനിമാ വിശേഷത്തിൽ നമ്മളോട് ഒപ്പം എത്തിയിരിക്കുന്നത് ലേഖയാണ്. നമുക്ക് ലേഖയോട് തന്നെ ചോദിക്കാം വിശേഷങ്ങൾ. ലേഖ ആരാണ്? നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അതുല്യ എന്നാണ്. നാട്ടിൽ ആലപ്പുഴയാണ്. ഓക്കെ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ആണ്. അപ്പം ഫൈസൽ റാസി സാറിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ എന്താ പറയുക, സാറ് വിളിച്ചു. അപ്പോൾ ഒരു ഓഡീഷൻ, അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് പേരെ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം നല്ല ക്രൂ ആണ്. പിന്നെ സാറ് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ലൈക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമാണ്, താല്പര്യമുണ്ട്, പെണ്ണുപോലെ താല്പര്യമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ, ഷോർട്ട് ഫിലിം, ആൽബം അങ്ങനെ എന്തെങ്കിലും ഇതിലോട്ട്? അങ്ങനെ ഈ അടുത്തൊന്നുമില്ല. പിന്നെ കുഞ്ഞിലൊക്കെ ജസ്റ്റ് ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്, പാഷനാണ്. അപ്പൊ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും അങ്ങനെ ഒരു രീതിയിലൊരു ക്യാരക്ടർ കിട്ടി. അതിൽ പ്രതീക്ഷയുണ്ട്. ശരിക്കും ഇപ്പൊ എന്ത് ചെയ്യുന്നു ഈ ഫിലിം വിട്ട് കഴിഞ്ഞാൽ? എന്താണ്? ഞാൻ HR ആണ്, അക്കൗണ്ടന്റ് കം HR ആണ്. ദുബായിൽ തന്നെ ഒരു IT ബേസ്ഡ് കമ്പനി D11 ടെക്നോളജി, അവിടെ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓ ശരി. അപ്പം അതായത് നമ്മള് ജോബ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാഷനേറ്റ് ആയിട്ട് ഇതുപോലുള്ള അവസരങ്ങൾ. വീട്ടില് ശരിക്കും ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മ, പപ്പ, പിന്നെ ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ മാരീഡ് ആണ്. പിന്നെ ഇപ്പോ ഇവിടെ സെറ്റിൽഡ് ഹസ്ബൻഡ്, മോൻ. ഓക്കെ. അപ്പം ഇതൊരു ആദ്യത്തെ ഫസ്റ്റ് മൂവിയാണ്. അതെ അതെ അതെ. ഇതുപോലെ തന്നെ ഇപ്പം നല്ലൊരു ക്യാരക്ടർ റോള് വീണ്ടും നല്ല നല്ല സിനിമകളിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പം ജോബും ഇതും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? എനിക്ക് തോന്നുന്നു എൻ്റെ കമ്പനിയിലും അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്. ലൈക്ക് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചെയ്യാൻ പോവാണ്, അപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. അതെ അതെ അതെ, വളരെ ഒരു ഭാഗ്യമാണ്. പിന്നെ ഈ ചെറുതിലേ തന്നെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അതില് സിനിമ ശരിക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതാണോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു ഇതില്ല. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, KPSCയിലാണ് പഠിച്ചത്. അപ്പം ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പം സന്തോഷം. ഇവിടെ ഇപ്പം ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളിൽ ഡാൻസ്? ഇല്ല, ഒന്നുമില്ല. ഈ പഠിച്ചതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു അവസരം ഇപ്പൊ ഏതെങ്കിലും സ്റ്റേജ് ഷോയ്ക്ക് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ പോയി ഡാൻസ് ചെയ്യുമോ? ചെയ്യാം. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു ടച്ച് ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ കുറച്ച് നാളായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് എനിക്കൊന്ന് ചെയ്ത് എടുക്കണം എന്നുണ്ട്, ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കണം എന്നുണ്ട്. അപ്പൊ ഇനി അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ചെയ്യും. പിന്നെ ഹസ്ബൻഡ് എങ്ങനെയാണ്? ഈ അഭിനയത്തിനോട് സപ്പോർട്ടാണോ? പുള്ളിയുടെ ആളും ഓക്കെയാണ്, ആൾക്ക് പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഇപ്പൊ 2 ദിവസമായിട്ട് ആളും മോനും മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ ആള് ചെയ്തു എന്നുള്ള രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്, നല്ല കാര്യം. പിന്നെ കൂടുതൽ അവസരങ്ങൾ കിട്ടുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ സത്യത്തിൽ പ്രവാസിയാണല്ലോ. പ്രവാസിയാകുമ്പം ഈ കൂടുതലും UAE നടക്കുന്ന ഷൂട്ടിങ്ങുകളിൽ നമുക്ക് ഈസി ആയിട്ട് പങ്കെടുക്കാം, ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി നമുക്ക് നാട്ടിലേക്ക് ഒരു കോൾ വരിക, അല്ലെങ്കിൽ മുംബൈയിലോ മറ്റു കോൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മനസ്സിലുള്ള പ്ലാൻ? മനസ്സിൽ ലീവ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അവരെ സപ്പോർട്ടാണ്, അതുകൊണ്ട് ലീവ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പോയി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു ജേണി ഇപ്പം കുറച്ച് ഈ ഷൂട്ട് വന്നു, ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയർ? അയ്യോ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇപ്പൊ സാറാണെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്, ബാക്കി ക്രൂ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ലൈക്ക് ക്രൂ ഒക്കെ നല്ല ക്രൂ ആണ്, അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ. ഏതായാലും ഈ സിനിമയില് ലേഖ എന്ന ക്യാരക്ടർ ഒരുപാട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ, അറിയപ്പെടട്ടെ, നല്ലൊരു കലാകാരിയായി നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അവർ TVയുടെ എല്ലാ ആശംസകളും.